ഹായ്, ഞാൻ ശ്രീറാം. അരയാർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യം മഹാത്മാ അയ്യങ്കാളിയുടെ 157ാമത് ജന്മവാർഷികം നാളെ ആചരിക്കുകയാണ്. അദ്ദേഹം 1863 ഓഗസ്റ്റ് 28-ന് തിരുവനന്തപുരത്ത് വെങ്ങാനൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിച്ചത്. അന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം തിരുവിതാംകൂർ രാജ്യത്താണ് ജനിച്ചത്. അതുപോലെ തന്നെ 1941 ഇദ്ദേഹം മരണമടയുകയും ചെയ്യുന്നുണ്ട്. ജൂൺ 18-ന് കേരളം കണ്ട ഏറ്റവും മഹാനായ നേതാവാണ് ഇദ്ദേഹം. അത് ഒരിക്കലും ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലോ അങ്ങനെയൊന്നും ഞാൻ സംസാരിക്കുന്നതല്ല. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അയ്യങ്കാളിയെ പറ്റി നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് ഇൻസ്പയർഡാണ് പുള്ളിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, കേരളത്തിലെ ഒരു അരക്ഷിതാവസ്ഥ ബിഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ കേരളത്തിലൊരു അരക്ഷിതാവസ്ഥ നിങ്ങൾക്ക് തന്നെ നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. അന്ന് ഈ അയ്യങ്കാളി ഒരു പുലയ സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചെങ്കിലും അദ്ദേഹം മറ്റ് കുടുംബങ്ങളെ പോലെ അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിന്. തീരെ അങ്ങ് പൂറല്ലായിരുന്നു. വളരുന്തോറും ഈ സമൂഹത്തിൽ ഈ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇതെല്ലാം അദ്ദേഹം കണ്ടുകൊണ്ട് ആണ് അദ്ദേഹം വളരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് നാടാർ കാസ്റ്റിലെ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതിന് 1813 തൊട്ട് അവർ സമരത്തിലാണ് മറ്റ് മേൽജാതിയിലുള്ള ആൾക്കാരെ പോലെയൊക്കെ ബ്ലൗസൊക്കെ ധരിക്കണമെന്നുള്ള ഇതിൽ. അപ്പോൾ ഇദ്ദേഹം അതും കാണുവാണ്. പക്ഷെ പുലയ സമൂഹത്തിന് അതിനുപോലുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കുറേ സുഹൃത്തുക്കളും ചേർന്ന് തെരുവുകളിൽ ഇവർ പാട്ടുകളും ഡാൻസും നാടകങ്ങളും ഒക്കെ നടത്തുകയും അത് ഒരു വലിയ തരത്തിൽ തന്നെ അപ്പർ കാസ്റ്റിൻ്റെ ഭയങ്കരമായ ഇടപെടലുകൾ അതിനുണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുകയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആവുകയും ആയതിനു ശേഷം അത് പതുക്കെ ഒരു ലഹളയായിട്ട് മാറുകയും അതുവഴി ആൾക്കാർക്ക് വഴി നടക്കാനുള്ള ഒരു അധികാരം ഇദ്ദേഹം നേടിയെടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം തുടക്കം കുറിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1893 ഇദ്ദേഹം മേൽജാതിക്കാർ എന്ന് അവകാശപ്പെടുന്നവരെ പോലെ ഡ്രസ്സ് ചെയ്യാനും അതുപോലെ തന്നെ ഇദ്ദേഹം സ്വന്തമായിട്ടൊരു കാളവണ്ടിയൊക്കെ മേടിക്കുകയും ചെയ്തു. അപ്പം അതിനെതിരെ അങ്ങനെയാണ് ഇദ്ദേഹം ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റിലൂടെ കടക്കുന്നത്. ആയതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലയ സമൂഹത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം. അതൊരിക്കലും നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. 1904 ഇദ്ദേഹം അയ്യാവ് സ്വാമികൾ എന്ന് പറഞ്ഞിട്ട് ഈ കാസ്റ്റ് സിസ്റ്റമൊക്കെ വൃത്തികേടാണ്, അതിനെ പൊളിച്ചെഴുതണമെന്നൊക്കെ അന്നേ വാദിക്കുന്ന ഒരു തമിഴ്നാട്ടിൽ ഉള്ള ഒരു സ്വാമിയായിരുന്നു ഈ അയ്യാവ് സ്വാമികൾ. അദ്ദേഹം സ്ഥാപിച്ച മഠമാണ് ബ്രഹ്മനിഷ്ഠ മഠം. അപ്പോൾ ഈ ബ്രഹ്മനിഷ്ഠ മഠത്തിൻ്റെ ഒരു ബ്രാഞ്ച് അയ്യങ്കാളി കുറച്ച് സുഹൃത്തുക്കളും കൂടെ ചേർന്ന് 1904 ഈ പറയുന്ന വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ 1895 തന്നെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ ഏത് വിഭാഗത്തിലുള്ള പിള്ളേർക്കും പഠിക്കാനുള്ള, ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കാനുള്ള ഒരു ബില്ല് തയ്യാറാക്കിയിരുന്നു. പക്ഷെ അതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അത് 1904 ഈ ബില്ല് അത് അവതരിപ്പിച്ചു. 1907 ഈ ബില്ല് പാസ്സായി. കൃത്യമായിട്ടും ഏത് വിഭാഗത്തിലുള്ള പിള്ളേർക്കും സ്കൂളുകളിൽ പഠിക്കാമെന്ന് ഗവൺമെൻറ് ഉത്തരവുണ്ടായിട്ട് പോലും അന്നത്തെ സമൂഹത്തിലെ ഉന്നത ജാതിക്കാർ അതിനെ എതിർക്കുകയും അതിനൊരു ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പുലയ സമൂഹത്തിലെ ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അയ്യങ്കാളി ശ്രമിക്കുന്ന സമയത്ത് അത് ഭയങ്കര പ്രശ്നമാവുകയും അത് ആ സ്കൂൾ കത്തിക്കുന്നതിലേക്ക് വരെ എത്തിച്ചേർന്നിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇത് അയ്യങ്കാളിയെ ചൊടിപ്പിക്കുകയും അയ്യങ്കാളി ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്രഹ്മനിഷ്ഠ മഠം നടത്തി ഒരു ശീലമുള്ള അദ്ദേഹം സദാനന്ദ വിലാസം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ചെറിയൊരു സംഘടന ഉണ്ടാക്കുകയും പിന്നെ അതേ വർഷം തന്നെ അതിന് പേര് മാറ്റി സാധു ജന പരിപാലന സംഘം എന്ന പേരിൽ ഒരു സംഘടന അദ്ദേഹം ഉണ്ടാക്കി. ഈ സംഘടനയുടെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിലുള്ള പിള്ളേർക്കും പഠിക്കണം. സോ അതുകൊണ്ട് തന്നെ ഇവർ പുലയ സമൂഹം ഓപ്പറേറ്റ് ചെയ്യുന്ന സ്കൂളുകൾ ആരംഭിക്കുക എന്നതാണ് അവരുടെ ഒരു ഐഡിയോളജി ആയിരുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി അവർ ഒരുപാട് ഫണ്ടൊക്കെ റേസ് ചെയ്യുകയും അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഇത് ഒരുപാട് പുലയ സമൂഹത്തിലുള്ള ഹിന്ദുക്കളെയും ശരി അതുപോലെ തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചവരെയും ശരി ഒക്കെ അട്രാക്ട് ചെയ്യുകയും ഇദ്ദേഹത്തിന് ഒരു പിളിപ്പേരുണ്ടാവുകയും ചെയ്തു. ഊർപിള്ള അല്ല എന്നുണ്ടെങ്കിൽ വലിയ പിള്ള. ഇപ്പം ഊർപിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരിൻ്റെ തന്നെ നേതാവെന്നാണ്, മീൻസ് നാടിൻ്റെ തന്നെ നേതാവെന്നൊരു വിളിപ്പേരുണ്ടായി. അങ്ങനെ ഇദ്ദേഹം
നാരായണ ഗുരുവായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം പുലയ സമൂഹത്തിൻ്റെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് ആണെങ്കിൽ നാരായണ ഗുരു ഈഴവ സമുദായത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്തിട്ട് ഇവർ വൈക്കം ക്ഷേത്രത്തിൽ ഒരു സമരം നടത്തുകയും പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തിലോട്ടൊക്കെ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നാദാർ സ്ത്രീകൾ നേരത്തെ ചാന്നാർ എന്ന് പറയുന്നൊരു ലഹളം നടത്തിയിട്ട് ജസ്റ്റ് മറയ്ക്കാനുള്ള ഒരു അവകാശം നേടിയിരുന്നെങ്കിലും മേൽജാതിക്കാർ ഉപയോഗിക്കുന്ന പോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ അയ്യങ്കാളിയുടെ പ്രവർത്തനമാണ് 1915-16 കാലഘട്ടങ്ങളിൽ മറയ്ക്കാനും മറ്റുള്ളവരെ പോലെ ഡ്രസ്സ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അധികാരം മറ്റു ജാതിക്കാർക്കും ഒക്കെ നേടിയെടുക്കുന്നത് അയ്യങ്കാളി എന്ന് പറയുന്ന ഒരാളുടെ പ്രവർത്തനമാണ്. ചരിത്രകാരന്മാർ പോലും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നവോത്ഥാന കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഗുണം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മഹാത്മാവാകുന്നത്. മഹാത്മാഗാന്ധി അദ്ദേഹത്തെ കിങ് ഓഫ് പുലയ എന്നും ഇന്ദിരാഗാന്ധി ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് സൺ എന്നുമാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ആയതുപോലെ തന്നെ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും ഞാൻ പറയാം, നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് മാത്രമല്ല കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം കാരണമാണ് ക്ഷേത്രപ്രവേശനം നടന്നത്, അദ്ദേഹം കാരണമാണ് ആളുകൾക്ക് വഴി നടക്കാനുള്ള അവകാശം ഉണ്ടായത്, അദ്ദേഹം കാരണമാണ് ആളുകൾക്ക് ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശം ഉണ്ടായത്, അദ്ദേഹം കാരണമാണ് സമ്പാദിക്കാനുള്ള അവകാശം ഉണ്ടായത്, അദ്ദേഹം കാരണമാണ് ഈ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം കിട്ടിയത്, അദ്ദേഹമാണ് ഡോക്ടർ പൽപുവിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചതും. അപ്പോൾ എണ്ണ തീരാത്ത രീതിയിൽ അദ്ദേഹം സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.